ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മൂന്നാറിനടുത്തുള്ള രാജാക്കാടിലേക്കാണ്. പോകുന്ന വഴി ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫോൾസിന് അവിടെ നിർത്തി. കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സീസൺ കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചീയപ്പാറ നല്ല മനോഹരമായ വെള്ളച്ചാട്ടമാണ്. നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ് കേട്ടോ ചീയപ്പാറ വാട്ടർഫോൾസ്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ റിസോർട്ടിൻ്റെ മുമ്പിലെത്തി. ലേസറിൻ റിസോർട്ടിനാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അകത്തേക്ക് കയറിയ ശേഷം കാണാം. ഇപ്പം സമയം 4 മണിയായി. ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് റിസപ്ഷനും പിന്നെ മുകളിലായിട്ട് ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് കോട്ടേജുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം. 22 ഏക്കറിലായി 18 കോട്ടേജുകളാണ് ഇവിടെയുള്ളത്. ഇതുകൂടാതെ ഇവിടെ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയുടെ വർക്ക് കൂടി നടക്കുന്നുണ്ട്. അടുത്ത് തന്നെ അതും ഓപ്പൺ ആവും. ഇത് മനോഹരമായൊരു ടിൻ റൂം കോട്ടേജാണ്. 3 പേർക്ക് കിടക്കാവുന്ന നല്ല ഒരു അടിപൊളി ബെഡും അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു അടിപൊളി റൂമാണ്. ഈ റൂമിൽ ടിവിയും വാർഡ്രോബും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഡോറുണ്ട്. ഇതും ആ റൂം പോലെ തന്നെ 3 പേർക്ക് കിടക്കാൻ സൗകര്യമുള്ള ഒരു അടിപൊളി റൂമാണ്. ഈ കോട്ടേജുകളുടെ മുമ്പിലൊക്കെ ലാൻഡ്സ്കേപ്പ് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി താഴേക്ക് പോവാം. താഴെയും ഇതുപോലെയുള്ള ഒരു 4 കോട്ടേജസ് ഉണ്ട്. ഈ കാണുന്ന കോട്ടേജുകളിൽ 3 എണ്ണമാണ് ഞങ്ങളെടുത്തത്. ഞാനിനി കോട്ടേജിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ഒരു ടി വി ഉണ്ട്, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. കൂടാതെ 3 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ഒരു ബെഡും ഒക്കെയുള്ള ഒരു AC റൂമാണ്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനൊരു അടിപൊളി ബാൽക്കണിയും കൂടി ഉണ്ട്. ബാൽക്കണിയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നല്ല മനോഹരമായ വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ കാർഡമം പ്ലാന്റേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ഇത് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും. ഒരുപാട് റൈഡ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ നല്ലൊരു പൂളുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പൂളാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് ചെറിയൊരു പൂളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് ഇവിടുത്തെ വൈകിട്ടുള്ള വ്യൂ ആണ്. ലൈറ്റ്സ് എല്ലാം ഓണായി, ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡിന്നറിന് ശേഷം ഞങ്ങൾ റൂമിലിരുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. രാവിലെ ഞങ്ങൾ സൂര്യനെല്ലിയും ഗ്യാപ്പ് റോഡൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. ഇവിടെ നിന്നൊരു 25 കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ഗ്യാപ്പ് റോഡിലേക്കും സൂര്യനെല്ലിയിലേക്കും പോകാനൊക്കെ ആയിട്ട്. പക്ഷേ നല്ല രസമുള്ള ഒരു യാത്രയായിരിക്കും രാവിലെ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഫുഡെല്ലാം റെഡിയാണ്. ഞങ്ങൾ ഓരോരുത്തരായി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊരു ഇൻഡോർ പ്ലേ ഏരിയ ആണ്. ഇവിടെ നമുക്ക് ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സൊക്കെ കളിക്കാം. കൂടാതെ രാവിലെ എക്സസൈസ് ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രെഡ്മില്ലും സൈക്ലിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ഷൈൻ.